നമസ്കാരം. ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തുകയാണ്. LGSൻ്റെ അവസാന തീയതി നാളെയാണ്. ഇനിയും അപേക്ഷിക്കാൻ വിട്ടുപോയിട്ടുള്ളവർ, മറന്നുപോയിട്ടുള്ളവരൊക്കെ ഈ അവസരം കളയാതിരിക്കുക. നാളെയാണ് LGSൻ്റെ അവസാന തീയതി. 14 ജില്ലകളിലേക്കായിട്ട് വന്നിട്ടുള്ള ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത 7ാം ക്ലാസ് മാത്രം യോഗ്യതയുള്ള LGSൻ്റെ അവസാന തീയതി നാളെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നിപ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് സൈലം വേഴ്സസ് എൻട്രി, അതായത് സൈലമാണോ എൻട്രി ആണോ ഏതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഓൺലൈൻ ആപ്പ്, അതായത് PSC പഠനത്തിന് കുറച്ചുകൂടി നല്ലതായിട്ടുള്ള ആപ്പ് ഏതാണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. പക്ഷേ ഇതൊരിക്കലും പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങൾക്കോ വേണ്ടി ചെയ്യുന്നതല്ല, ഒരു കുറ്റപ്പെടുത്താനോ മറ്റോ ചെയ്യുന്നതല്ല. നിങ്ങളുടെ അഭിപ്രായം, അതുപോലെ ഇത് ഉപയോഗിക്കുന്നവരുടെ അഭിപ്രായം അറിയാനും ചിലരുടെ അഭിപ്രായങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മുമ്പൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു, അതിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കുന്നവരുടെ കാര്യങ്ങളൊന്ന് ചോദിച്ചറിഞ്ഞിട്ട് വരാം. എൻട്രി ഗോൾഡാണ് ഞാൻ ഇതിനു മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാം നല്ല ക്ലാസ്സാണ്, കൂടുതലും റെക്കോർഡഡ് ക്ലാസ്സാണ്. ലൈവ് ക്ലാസ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. മാത്സ്, കറണ്ട് അഫയേഴ്സ് ഒക്കെയാണ് ലൈവ് ക്ലാസ്സായിട്ട് തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരുപാട് എക്സാംസ് ചെയ്യാനായിട്ട് ആപ്പിൽ തരും. ഓരോ ദിവസം ഒരുപാട് എക്സാം തരും. അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇഷ്ടം പോലെ ആപ്പിൽ തന്നെ കാണും. നമുക്ക് കയറി ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല ആപ്പാണ് എൻട്രി. പിന്നെ ഫീസ് ഒരുപാട് കൂടുതലായതുകൊണ്ട് ഞാൻ അതിന് ശേഷം സൈലം എടുത്തത്. സൈലത്തിൽ ഫീസ് നല്ല കുറവായിരുന്നു. പിന്നെ ലൈവ് ക്ലാസ്സാണ് ഫുള്ള് സൈലത്തിൽ തരുന്നത്. നല്ല ക്ലാസ്സുകളാണ്. എന്ത് ഡൗട്ട് ചോദിച്ചാലും ടീച്ചേഴ്സൊക്കെ പറഞ്ഞു തരും. ഓരോ ടീച്ചേഴ്സിനും പേഴ്സണൽ ടെലഗ്രാം ചാനൽ കാണും. അതിൽ അവർ ക്വസ്റ്റ്യൻസൊക്കെ ഇടും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ടീച്ചേഴ്സ് ലൈവ് ക്ലാസ്സിൽ വരുമ്പോൾ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പിന്നെ അവർ തയ്യാറാക്കിയ ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തരും. പിന്നെ സൈലം ആപ്പിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസൊക്കെ കാണും. ആഴ്ചയിലൊരിക്കലായിരിക്കും റിവിഷൻ അവർ നടത്തുന്നത്. 2 ആപ്പും നല്ലതാണ്, നന്നായിട്ട് പഠിപ്പിക്കും. നമ്മൾ പഠിക്കണം എന്നൊരു മനസ്സോടുകൂടി പോവുകയാണെങ്കിൽ ഏത് ആപ്പ് എടുത്താലും നന്നായിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ ഫീസിൻ്റെ കാര്യത്തിൽ മാത്രമേ കുറച്ച് ഡിഫറൻസ് ഉള്ളൂ, വേറെ ഡിഫറൻസ് ഒന്നുമില്ല. 2 ആപ്പും നല്ലതാണ്, നന്നായിട്ട് പഠിപ്പിക്കും. ഇതുവരെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്ത വീഡിയോസിനകത്ത് ധാരാളം കമൻറ്റുകളും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. നമുക്കതൊക്കെ ഒന്ന് നോക്കിയിട്ട് കൂടി ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാം. എൻട്രി ഗോൾഡ് എടുത്തവർക്കൊക്കെ നോക്കുന്ന സമയത്ത് സൈലത്തിൽ ക്യാഷിൻ്റെ കാര്യമാണ് മെയിനായിട്ട് പറയുന്നത്. സൈലത്തിൽ ക്യാഷ്, അതായത് ഫീസ് ഭയങ്കര കുറവാണ്. എൻട്രിയിൽ അത്യാവശ്യം ഫീസ് കൂടുതലാണ്, അത് പൊതുവെയുള്ളൊരു അഭിപ്രായമാണ്. അതുമാത്രമല്ല സൈലത്തിനകത്ത് മെയിനായിട്ട് വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ഒരുപാട് നെറ്റ് കുറച്ചധികം സൈലം ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി വരും. അത് ഓപ്പൺ ചെയ്യാൻ തന്നെ അത്യാവശ്യം നല്ല MB ഒക്കെ ആവശ്യമാണ്. പക്ഷേ എൻട്രിക്കകത്ത് അത്യാവശ്യം നെറ്റ് കുറവാണ്. നമുക്കൊരു 1.5 GB 2 GB ഒക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് പോകാം. പക്ഷേ സൈലത്തിനകത്ത് കുറച്ചുകൂടി നെറ്റിൻ്റെ ഒക്കെ ആവശ്യം നമുക്ക് വേണ്ടി വരും. ഇപ്പോൾ വൈഫൈ ഉള്ളവർക്കൊക്കെ സൈലത്തിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. സൈലത്തിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളെ കുറിച്ചും അഭിപ്രായം വരുന്നുണ്ട്. ഓൺലൈൻ, അതായത് അവർക്ക് കൂടുതലായിട്ട് ലൈവ് സെക്ഷൻസ് ആണ് വരുന്നത് സൈലത്തിൽ. എന്നാൽ എൻട്രിയിൽ കൂടുതൽ റെക്കോർഡ് ക്ലാസ്സുകളാണ് വരുന്നത്. മുൻപ് റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോസാണ്, അതായത് മുൻപ് ഒരുപാട് വർഷം അവർ തുടക്കത്തിൽ ഉപയോഗിച്ച വീഡിയോസ് അടക്കം ഇപ്പോൾ പബ്ലിഷ് ചെയ്യുന്നുള്ള രീതിയിലൊക്കെ കമൻറ്റും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. ഇതൊക്കെ ഉപയോഗിക്കുന്നവർക്ക് വല്ല വ്യത്യാസമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. സൈലത്തിൻ്റെ ഇത് പറഞ്ഞിരിക്കുന്നത് മുമ്പ് പറഞ്ഞ പോലെ നെറ്റ് കൂടുതലായിട്ട് പെട്ടെന്ന് തീരുന്ന സൈലത്തിൻ്റെ ആണ്. റെക്കോർഡ് മെയിനായിട്ട് അവർ പറയുന്നത് ഈ ഒരു നെറ്റിൻ്റെ കാര്യവും അതേപോലെ ലൈവ് ക്ലാസ്, റെക്കോർഡ് ക്ലാസ്, ഈ ഒരു പ്രശ്നം മാത്രമേ രണ്ടും തമ്മിലുള്ളൂ. പക്ഷേ ക്ലാസ്സുകളുടെ നിലവാരമോ കാര്യങ്ങളെക്കുറിച്ച് മെയിനായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും സൈലത്തിൻ്റെ ആയാലും എൻട്രിയുടെ ആയാലും ഒന്നും പറയുന്നില്ല. പക്ഷേ ഫീസിൻ്റെ കാര്യത്തിൽ എൻട്രി തന്നെയാണ് കൂടുതൽ. സൈലത്തിൽ ഫീസ് വളരെ കുറവാണ്. അതുമാത്രമല്ല, നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ്സുകളൊക്കെ കാണുന്നവരാണ് എങ്കിൽ, ഓഫ്ലൈൻ ക്ലാസ്സുകളൊക്കെ പോകുന്നവരാണ് എങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി നിങ്ങൾക്ക് പറയാവുന്നതാണ്.
ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ പോകുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്കൊരു ദിവസം മിസ്സായാലും, ഒരു ദിവസം ക്ലാസ് മിസ്സായാലും ഒരുപക്ഷെ നമുക്കത് വീണ്ടും ലഭിക്കണമെന്നില്ല. പക്ഷേ ഇപ്പോൾ ലൈവ് ആയാലും നമുക്ക് അത് റെക്കോർഡഡ് ആയിട്ടുള്ള സെക്ഷൻസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ സൈലത്തിലായാലും എൻട്രിയിലായാലും ലൈവ് ക്ലാസ്സുകൾ നടക്കുന്ന സമയത്ത് ഇപ്പോൾ നമുക്കത് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ നമുക്ക് രണ്ടാമത് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ സാധാരണയായിട്ട് അങ്ങനെ ലഭിക്കാറില്ല. അതാണ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ മെയിനായിട്ട് വരുന്നൊരു പ്രശ്നം. പിന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള സമയത്ത് നമുക്ക് പഠിക്കണം എന്ന് തോന്നുന്ന സമയത്ത് നമുക്കിപ്പോൾ ഓൺലൈനിലാണ് എങ്കിൽ പഠിക്കാനുള്ള ഒരു ഇതുണ്ട്. പക്ഷേ ഓഫ്ലൈനിലാണ് എങ്കിൽ നമുക്ക് ഇപ്പോൾ മൂഡില്ലാത്ത സമയത്ത് അവിടെ പോയി ഇരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ ചുമ്മാ ഇരിക്കാന്നല്ലാതെ തലയിലൊന്നും കയറില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ മറ്റൊരു അഡ്വാൻറ്റേജ് എല്ലാവരും പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് റിട്ടേൺ എക്സാമുകൾ ഇപ്പോൾ സൈലമായാലും എൻട്രി ആയാലും ആഴ്ചകളിലൊക്കെ ആയിട്ട് അല്ലെങ്കിൽ റിവിഷൻ എക്സാമുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ നമുക്കൊരു റിട്ടേൺ എക്സാം ആയിട്ട് നടത്തുന്ന ഓഫ്ലൈൻ ക്ലാസ്സുകളിലാണ് കൂടുതൽ. അത് നമുക്ക് കുറച്ചും കൂടി നല്ലതാണ്. ഇപ്പോൾ ഓൺലൈനിൽ നമ്മൾ ജസ്റ്റ് ടിക്ക് ഇടുന്ന സമയത്തും അതുപോലെ ബബിൾ ചെയ്യുന്ന സമയത്തും വരുന്ന സമയം നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് റിട്ടേൺ എക്സാമുകൾ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ OMR മോഡലിൽ സാധനം ഉണ്ടാക്കുക, പ്രിൻ്റ് എടുക്കാനൊക്കെ കിട്ടും. അല്ലെങ്കിൽ തൊഴിൽ വാർത്തകൾ തൊഴിൽവീതിയിലൊക്കെ പ്രിൻ്റ് എടുക്കാൻ വേണ്ടി കിട്ടും. അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഈ ടിക്കിടുക അല്ലെങ്കിൽ ജസ്റ്റ് പോൾ ചെയ്യുന്ന രീതിയിലൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ബബിളിൻ്റെ സമയം നിയന്ത്രിക്കുന്നത് വളരെ പ്രയാസമായിട്ട് തോന്നുന്നു എക്സാമിൻ്റെ സമയത്ത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഇപ്പം ഇതൊക്കെയാണ് എൻട്രിയും സൈലും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് ആയിട്ട് എല്ലാവരും പറയുന്നത്. കണ്ടൻസും കാര്യങ്ങളൊന്നും ആരും പറയുന്നില്ല എങ്കിലും ഇൻ്റർനെറ്റ് അതുപോലെ റെക്കോർഡ് ക്ലാസ് ലൈവ് സെക്ഷൻ മെയിനായിട്ട് എല്ലാവരും പറയുന്നത് ഈ ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ടെലഗ്രാം ചാനലുണ്ട്, അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ചർച്ചകളും കാര്യങ്ങളും അതുപോലെ ജോബ് നോട്ടിഫിക്കേഷൻസിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ.